അതെ, ഇപ്പോൾ ഞാൻ ട്രഷറർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശക്തമായൊരു മത്സരം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മത്സരം നന്നാവും, ആരോഗ്യപരമായൊരു മത്സരമായിരിക്കും. ആ മത്സരത്തിൽ കൂടെ അമ്മയുടെ സമ്പത്ത് ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്തു സൂക്ഷിച്ച് അത് എത്തേണ്ടവരിൽ തന്നെ കൃത്യമായി എത്തിക്കാനുള്ള എല്ലാവിധ ശ്രമവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ അൻസിബ ഒരു പരാതി താങ്കൾക്കെതിരെ പോലീസ് നൽകി അതൊന്നുമില്ല. ഇതൊക്കെ ഇലക്ഷൻ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു രസമൊക്കെ വേണ്ടേ? വെറുതെ നമ്മൾ ബലം പിടിച്ചു തന്നാൽ മാത്രം മതിയോ? ഇത് ഇലക്ഷനാകുമ്പോൾ ഒരു രസമൊക്കെ വേണം. ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല. ഒരാളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരാളെയും മോശമായി കാര്യം I+U+ എന്ന മാത്രം കാണുന്ന ഒരാളാണ് ഞാൻ. കേമനാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും കേമന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. പിന്മാറുന്നവർക്ക് പിന്മാറാം, മത്സരിക്കേണ്ടവർക്ക് മത്സരിക്കാം. എനിക്കറിയില്ല, വ്യക്തിപരമായിരിക്കും അദ്ദേഹത്തിൻ്റെ. പക്ഷെ നമ്മൾ എന്താ പറയുക, ആരോപണങ്ങളല്ല ഉന്നയിച്ച് എൻ്റെ ചില ആശങ്കകളാണ് ഞാൻ പങ്കുവെച്ചത്. അത് അമ്മ അസോസിയേഷനിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഞാനത് പങ്കുവെച്ചത്. അത് എന്താ പറയുക, അത് എനിക്കറിയില്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ആയിക്കോട്ടെ, എനിക്കും അമ്മയൊക്കെ ഉണ്ട്. അല്ല, സിൽബന്തി എന്നൊക്കെ പറഞ്ഞ സുഹൃത്ത്, അടുത്ത ആൾ എന്നൊക്കെ അതിനർത്ഥമുള്ളൂ. അതൊരു കോമൺ കൊളോക്കിയൽ വേർഡാണ്. അല്ലാതെ അതിനപ്പുറത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എല്ലാം മിനിച്ച് ഇപ്പോൾ ഈ ട്രഷറർ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. കുറേ എന്നെക്കാളും മൂത്തവരുണ്ടല്ലോ, കൊള്ളാവുന്നവരും ഉണ്ടല്ലോ. 1, 2, 3, 4 എത്ര വനിത വരുമെന്നല്ല. അതെ, അത് ട്രഷററായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഈ എന്താ പറയുക, ധനം കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ധനപരമായ വിനിയോഗത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കും. അന്വേഷിക്കട്ടെ. എന്തായാലും ഇപ്പം പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഓഡിറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓഡിറ്റൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എന്തെങ്കിലും തിരിമറികൾ വന്നിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട എല്ലാവരും എന്തായാലും ഓഡിറ്റ് വരുമല്ലോ. അപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ അറിയിക്കും. നിങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തി ഞങ്ങൾ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും.